ഞാൻ പാക്കിംഗ് ആണ്. മണാലി ആയിരിക്കും. അല്ല. ഓക്കെ, അപ്പൊ അലൻ സാർ അങ്ങനെ നോർത്ത് പോളിലേക്ക് പോയ ഒരു കഥ നമുക്ക് കേൾക്കാം. അപ്പൊ കണ്ടിട്ട് വേഗം തിരിച്ചു വരിക, നമുക്ക് പഠിക്കാം. സാറേ, എന്താണ് അലക്സ? എന്താണ് പരിപാടി? ഞാൻ പാക്കിംഗ് ആണ്. എങ്ങോട്ടാണ്? നോർത്തിലേക്കാണോ? ആ, നോർത്തിലേക്കാണ്. മണാലി ആയിരിക്കും. അല്ല, നോർത്ത് പോള്. ഓ, നോർത്ത് പോൾ, നമ്മുടെ ആർട്ടിക്. യെസ്, അന്റാർട്ടിക്, ആർട്ടിക്, അതന്നെ സെയിം സ്ഥലം തന്നെ. അല്ല, ഈ നോർത്ത് പോളിലേക്ക് എങ്ങനെ പോവാ? നോർത്ത് പോളിലേക്ക് തോണി എടുത്തു പോകും. തോണി തഴഞ്ഞോ? തോണി തഴഞ്ഞ് നേരെ പോകും നോർത്ത് പോളിലേക്ക്. ഓക്കെ, ശരി. പക്ഷെ ഈ തോണി എങ്ങനെ അവിടെ എത്തും? അതായത് ഈ ഡയറക്ഷൻ ഒക്കെ വേണ്ടേ? ഡയറക്ഷൻ വേണം. ഗൂഗിൾ മാപ്പ് ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ കയ്യിലുണ്ട് എന്ത്, അലക്സാറിന് അറിയില്ല, മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, ഇത് വെച്ചിട്ട് നോർത്തൊക്കെ നോക്കി പോകും. നോർത്തിലേക്ക് പോയിന്റ് ചെയ്യും. നോക്കി പോയാൽ മതി. ഇപ്പൊ പോവാണ് നോർത്ത് പോൾ എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഈ മനസ്സിലായി. പ്രശ്നം എന്താ അറിയോ? അങ്ങനെ പോയാൽ അവിടെ എത്തില്ല. അതെന്താ? ഇത് നോർത്ത് പോളിലേക്കാണ് പോകുന്നത്. അതെങ്ങനെയാണ്? അതിന് കാരണം വളരെ സിമ്പിൾ ആണ്. കാരണം ആ സാധനം എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ആ സാധനം എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് പ്ലാൻ ചെയ്ത് വെച്ചതാണോ? അവിടെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആർട്ടിക്, നോർത്ത് പോൾ. നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താ അറിയോ? ഇത് എർത്തിന്റെ ജിയോഗ്രാഫിക് നോർത്ത് പോൾ. എർത്തിന്റെ ഷേപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ മണ്ടയിൽ വരുന്ന സാധനമാണ് എർത്തിന്റെ ജിയോഗ്രാഫിക് നോർത്ത് പോൾ. ഈ വട്ടത്തിന് മേലെ അതിന്റെ ജിയോഗ്രഫി. പക്ഷെ ഇതല്ല എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ. അതായത് ഈ സാധനം പോയിന്റ് ചെയ്യുന്ന ഒരു നോർത്ത് പോളിലേക്കാണ് അല്ലെ? നോർത്ത് പോയിന്റ് ചെയ്യുന്ന ഒരു നോർത്ത് പോളിലേക്കാണ് നമ്മൾ പറയുന്നത്. ഇതിലേക്ക് ആ നോർത്ത് പോൾ ഈ നോർത്ത് പോൾ അല്ല. ആ നോർത്ത് പോൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടാണ്. ചെറുതായിട്ട് മാറിയിട്ടുള്ളൂ. പക്ഷെ അലൻ സാർ ഈ നോർത്ത് പോളും ഇതിൽ നോക്കി പോയാൽ അവസാനം എത്താൻ പോകുന്നത് എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോളിലാണ്. അത് ഏതാണ്ട് കാനഡയിലൊക്കെ ആയിട്ട് വരും. മുകളിൽ തന്നെയാണ്, പക്ഷെ ഏതാണ്ട് കാനഡയൊക്കെ ആയിട്ട് വരും. അത് നോർത്ത് പോളിൽ എത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഒന്നൊരു വഴിയുണ്ട്. എന്താ ചെയ്യാ? പോവാതിരിക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ, അതായത് ബേസിക്കലി ശരിക്കത്തെ നോർത്ത് പോളും ഈ ജോഗ്രഫിക് നോർത്ത് പോളും ഈ കാണിക്കുന്ന ഏതാണ്ട് ഇത്രയൊക്കെ വരും. ഓക്കെ, ഇവരുടെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഈ ആംഗിൾ ഞാൻ പറഞ്ഞു തന്നാൽ അത് കറക്റ്റ് ചെയ്ത് നേരെ പോയാൽ പോരെ? അതിനനുസരിച്ച് മാറ്റി ആംഗിൾ നോക്കി പോലെ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആംഗിൾ പഠിക്കണ്ടേ, ഡെക്ലിനേഷൻ. അപ്പോൾ നമുക്ക് അലൻ സാറിനെ കൂട്ടി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഡെക്ലിനേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മുടെ അലൻ സാർ അങ്ങ് നോർത്ത് പോളിലേക്ക് പോകണം. ഏത് നോർത്ത് പോൾ? എർത്തിൻ്റെ മണ്ടയിലുള്ള നോർത്ത് പോൾ. ചെരിഞ്ഞിരിക്കുന്ന നോക്കണ്ട, ഏറ്റവും മണ്ടയിലുള്ള നോർത്ത് പോൾ, അങ്ങ് ആർട്ടിക്കിലേക്ക് പോകണം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അലൻ സാർ ഈ കോമ്പസ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എർത്തിന് സ്വന്തമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? ഉണ്ട്. എർത്തിൻ്റെ ചുറ്റും ഒന്നുണ്ടാവും ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലൂടെയൊക്കെ എന്താണ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കോമ്പസ് എടുത്തിങ്ങനെ പിടിച്ചു വെച്ചാൽ കോമ്പസ് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്കായിരിക്കും എപ്പോഴും ഉണ്ടാവുക. നിങ്ങൾ ഒന്ന് പിടിച്ചൊക്കെ നോക്കിക്കേ, എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. എവിടേക്കാണ് ചൂണ്ടുന്നത്? അങ്ങ് നോർത്തിലേക്കാണ് ചൂണ്ടുന്നത്. എപ്പോഴും എർത്തിൻ്റെ നോർത്തിലേക്ക് അഥവാ നോർത്ത് പോളിലേക്കായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് പോയിന്റ് ചെയ്യുക. കാരണം എന്താണ്? എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇവനെ അങ്ങനെ പോയിന്റ് ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് ഇവന് തോന്നിയ പോലെ ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ എർത്തിന് ചുറ്റും ഒന്നുണ്ടാവും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഭയങ്കര സ്ട്രോങ് ആണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ഒന്നുമില്ല, എന്നാലും മോശമില്ല. കുറച്ച് 0.5 to 0.2 അത്രയും ഗൗസ് ഒക്കെ ഉണ്ടാവും. വലിയ എന്നാലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് കേട്ടോ. ശരി, മാഗ്നറ്റിക് ഫീൽഡിനെ നിങ്ങളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും അല്ല? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ റെപ്രസെൻറ്റേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, ശരി. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, സാർ മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ട് എർത്തിന് സ്വന്തമായിട്ട്, പക്ഷേ എവിടെ നിന്നാണ് അത് വരുന്നത്? എവിടെ നിന്നാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്? അതിന് കുറേ തിയറീസ് ഉണ്ട്. പക്ഷെ ഒരു തിയറിയും ഇതുവരെ 100% ഓക്കെ 100% ഒരു തിയറിക്കും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് കറക്റ്റ് കാരണം? അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് മനസ്സിലാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ വേർഷൻ എന്തായിരിക്കും? ഏറ്റവും സിമ്പിൾ രീതി ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തും ചെയ്തറിയോ? നമ്മുടെ ഈ എർത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു മാഗ്നറ്റ് കുഴിച്ചിട്ടുണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കാം. ഓക്കെ, ഈ എർത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ മാഗ്നറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ശരിക്കും അങ്ങനെ മാഗ്നറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ അസ്യൂം ചെയ്ത തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. പഠിക്കാൻ ഏറ്റവും എളുപ്പം അതാണ്.
ഓക്കെ, അതിൽ തെറ്റൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കും എർത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ബാർ മാഗ്നറ്റ് അങ്ങനെ കിടപ്പുണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് നമ്മളോട് വിചാരിക്കും. ഓക്കെ, ഒരു കുഴപ്പമില്ല, വിചാരിക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ശരി. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ ബാർ മാഗ്നറ്റ് കാരണമാണ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ടാകുന്നത്. ശരി. പക്ഷേ എൻ്റെ ചോദ്യം, നമ്മുടെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത്, ഓക്കെ, നോർത്ത്, ഈ മാഗ്നറ്റിക് കോമ്പസിനുള്ളിൽ നീഡിൽ ഉണ്ടാവുമല്ലോ, ആ നീഡിൻ്റെ നോർത്ത് എപ്പോഴും ഈ നോർത്തിലേക്കാണ് പോയിൻ്റ് ചെയ്യുക. ഓക്കെ, ഈ കോമ്പസിൻ്റെ ഈ നോർത്ത് നമ്മുടെ എർത്തിൻ്റെ നോർത്തിലേക്കാണ് പോയിൻ്റ് ചെയ്യുക, നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ നോർത്ത് എന്നൊക്കെ വിളിക്കുന്നത്. ശരി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് അല്ലേ, അവൻ്റെ നോർത്ത് ശരിക്കും എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യേണ്ടത്? നോർത്ത് എങ്ങോട്ടാണ് അട്രാക്ട് ചെയ്യപ്പെടുക? നോർത്ത് എങ്ങോട്ടാണ് അട്രാക്ട് ചെയ്യപ്പെടുക? ആലോചിക്കേ, സൗത്തിലേക്ക് അല്ലേ. നോർത്ത് എപ്പോഴും സൗത്തിലേക്ക്, സൗത്ത് എപ്പോഴും നോർത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഈ നീഡിൽ, ഈ നോർത്ത് നീഡിൽ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഈ ബാർ മാഗ്നറ്റിന് അവിടെ ഉണ്ടാവണം? സൗത്ത് ഉണ്ടാവണം. ഈ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്, ശരിയല്ലേ? ഈ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് അവിടെ ഉണ്ടാവുമ്പോഴല്ലേ ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് അങ്ങോട്ട് അട്രാക്റ്റഡ് ആവാം. ശരിയാണ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് അവിടെയും നോർത്ത് താഴെയുമാണ്. നോർത്ത് എവിടെയാണ്? നോർത്ത് മറ്റേ എൻഡിലാണ്, ഇവിടെയാണ്. ഇങ്ങനെയാണ് സംഭവം നിൽക്കുന്നത്. ഓക്കെ, അപ്പം അതൊന്ന് ഫസ്റ്റ് തലയിൽ കയറ്റുക. നമ്മുടെ എർത്തിൻ്റെ ഉള്ളിൽ ബാർ മാഗ്നറ്റ് ഉണ്ട്, നമ്മുടെ ശരിക്കും ഇല്ല, പക്ഷെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അവൻ്റെ സൗത്ത് മുകളിലും അങ്ങനെ നോർത്ത് പോളിൻ്റെ അടുത്ത് സൗത്ത് ആയിരിക്കും ബാർ മാഗ്നറ്റ് ഉണ്ടാവുക, താഴെ എന്താണ് നോർത്ത് പോളായിരിക്കും. ആ കാര്യം നോർത്ത് വെക്കുക, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കണ്ട, കാര്യം നോർത്ത് വെച്ചാൽ മതി. ശരി, അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കും. ഓക്കെ, ശരി, ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വീണ്ടും അലൻ സാർ എന്ത് ചെയ്താൽ മതി? അലൻ സാർ തോണിയൊക്കെ തുഴഞ്ഞ് ഇതിൻ്റെ സൗത്ത് പോളിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പം ഞാൻ എന്ത് ചെയ്യും? നോർത്ത്, അലൻ സാർ നോർത്ത് നോക്കിയിട്ട് പോയിട്ട് അവിടെ നോർത്തിലെത്തൂലേ? എന്താ അപ്പോൾ കുഴപ്പമെന്താ അല്ലേ? മാഗ്നറ്റിക് കോമ്പസ് നോക്കിയാൽ നോർത്തിലേക്ക് പോയിന്റ് ചെയ്യും, കാരണം അവിടെ സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ നോർത്തിലേക്ക് പോയിന്റ് ചെയ്യും. അങ്ങനെയാണ് പോയി നോർത്തിലെത്തൂലേ? എത്തില്ല, വീണ്ടും പ്രശ്നമാണ്. കാരണം എന്താ അറിയോ? കാരണം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു കാര്യം ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഉള്ളിലുള്ള ബാർ മാഗ്നറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെയല്ല ഉള്ളത്. അവൻ കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞിട്ട്, കുറച്ചേ ഉള്ളൂ, പക്ഷെ കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. ഇങ്ങനെ കറക്റ്റ് വെർട്ടിക്കൽ ലൈനിൽ അലൈൻഡ് അല്ല, ഏതാണ്ട് ഇങ്ങനെ ഉണ്ടാവും, കുറച്ച് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും സാധനം. ഇങ്ങനെ ഉണ്ടാവേണ്ടിയിരുന്ന സാധനം ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ആക്സിസ് അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് കിടക്കുന്ന ആ ആക്സിസ് അവൻ്റെ ഈ നോർത്ത്, ഈ സൗത്തിൻ്റെ ആക്സിസിനോട് കുറച്ചൊരു ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എർത്തിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ലൈനിലല്ല അവൻ കിടപ്പുള്ളത്, കുറച്ച് ചെരിഞ്ഞിട്ടാണ് കിടപ്പുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോമ്പസ് വെച്ചിങ്ങനെ നോക്കി പോയാൽ നമ്മൾ ശരിക്കും എവിടെ എത്തുക? നമ്മൾ ശരിക്കും ഇവിടേക്കാണ് എത്തുക. കാരണം ഈ കോമ്പസ് എപ്പോഴും പോയിന്റ് ചെയ്യുക എർത്തിൻ്റെ ഇവിടേക്കാണ്. അവിടെ ഒരു നോർത്ത് ഉണ്ടെങ്കിൽ ആ നോർത്തിലേക്കാണ് പോയിന്റ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് എർത്തിൻ്റെ മറ്റേ നോർത്ത് പോളിലേക്കല്ല. അപ്പോൾ ഈ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അല്ലേ സാർ? ഇത് നോർത്ത് പോൾ, ഒരു നോർത്ത് പോൾ, മറ്റേ നോർത്ത് പോൾ. അപ്പോൾ നമുക്ക് ഓരോ നോർത്ത് പോളിനും ഓരോ പേര് കൊടുക്കാം. ഈ നോർത്ത് പോൾ നമ്മൾ വിളിക്കും എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്ത് പോൾ. കാരണം എർത്തിൻ്റെ ജോഗ്രഫി വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് നോർത്ത് പോൾ, ഏറ്റവും മണ്ടയ്ക്കുള്ളത്. ഇവിടെ ഒരു നോർത്ത് പോൾ ഉണ്ടാവേണ്ട കാരണം മാഗ്നറ്റിക് കോമ്പസ് എപ്പോഴും അവിടേക്കാണ് അട്രാക്റ്റഡ് ആവുക. കാരണം ബാർ മാഗ്നറ്റ് ഇങ്ങനെയാണുള്ളത്, സൗത്ത് എവിടെയാണുള്ളത്. അപ്പോൾ നോർത്ത് മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഈ നീഡിലിൻ്റെ നോർത്ത് എപ്പോഴും ഇവിടേക്കാണ് അട്രാക്റ്റഡ് ആവുക. അങ്ങനെയാണ് ഇവിടെ ഒരു നോർത്ത് ഉണ്ടാവും, പക്ഷെ ആ നോർത്തിനെ നമ്മൾ എന്ത് വിളിക്കണം? മാഗ്നറ്റിക് നോർത്ത് എന്ന് വിളിക്കണം. നോർത്ത് പോൾ അല്ല അവിടെ, നോർത്ത് പോൾ അങ്ങ് മറ്റിടത്താണുള്ളത്, ഇത് മാഗ്നറ്റിക് നോർത്ത്. അതേപോലെ ഇവിടെ എന്താണ്? ഇത് ജോഗ്രഫിക് സൗത്ത്. ഈ മാഗ്നറ്റിക് നോർത്തിൻ്റെ നേരെ അതേ ലൈനിൽ തന്നെ മാഗ്നറ്റിക് സൗത്തും ഉണ്ടാവും. അപ്പോൾ ജോഗ്രഫിക് നോർത്തും സൗത്ത് പോളും ഉണ്ട്, അത് നമ്മുടെ എർത്തിൻ്റെ മണ്ടയ്ക്കും താഴെയുള്ളത്. അതേസമയം മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്ത് പോൾസും ഉണ്ട്. ഈ മാഗ്നറ്റിക് നോർത്ത് പോൾ ഏതാണ്ട് എവിടെ വരും? ഏതാണ്ട് ആർട്ടിക്കിലല്ല വരിക, ഏതാണ്ട് കാനഡ, നോർത്ത് കാനഡൻ എവിടെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അങ്ങ് മുകളിലല്ല ഉണ്ടാവുക, കുറച്ച് വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ മാഗ്നറ്റിക് നോർത്തിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും എപ്പോഴും കോമ്പസ് പോയിന്റ്. അപ്പോൾ കോമ്പസ് ഞാനിവിടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയല്ല പോയിന്റ് ചെയ്യുക? ഇങ്ങനെ ഈ നോർത്തിലേക്കല്ല പോയിന്റ് ചെയ്യുക. എങ്ങനെയായിരിക്കും പോയിന്റ്? കുറച്ച് ചെരിഞ്ഞിട്ട് മാഗ്നറ്റിക് നോർത്തിലേക്കാണ് എപ്പോഴും പോയിന്റ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്ത്, കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അലൻ സാർ നാളെ ഇവിടെ എത്തണമെന്ന് വിചാരിച്ച് ഇവിടുന്ന് കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് പോയാൽ അലൻ സാർ എവിടെ എത്തില്ല, അവിടെ അല്ല എത്താൻ പോകുന്നത്, വല്ല ഇവിടെ വല്ല എത്താൻ പോകുന്നത്. കാരണം ഇവിടെ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് ഉണ്ടാകാൻ പോകുന്നത്,
അവിടേക്കായിരിക്കും എപ്പോഴും കോമ്പസ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വല്ല എത്തിപ്പോവും. ഓക്കെ, പക്ഷെ അലൻ സാറിന് എത്തേണ്ടത് എവിടെയായിരുന്നു? അലൻ സാറിന് എത്തേണ്ടത് അങ്ങ് ആർട്ടിക്കിലല്ല എത്തേണ്ടത്, ഇവിടെയായിരുന്നു എത്തേണ്ടത്. പക്ഷെ അവിടെ എത്തുമോ? ഇല്ല, എത്തില്ല. കാരണം കോമ്പസ് കാണിക്കാൻ പോകുന്ന മാഗ്നറ്റിക് നോർത്തിലേക്കുള്ള വഴിയാണ്, ഓരോ നിമിഷവും കാണിക്കുക അവിടേക്കുള്ള വഴിയാണ്. ഓക്കെ, അപ്പോൾ അവിടേക്ക് ഒരിക്കലും എത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇവിടേക്കായിരുന്നു എത്തേണ്ടത്, പക്ഷെ അവിടെ എത്തില്ല. ഇത് എന്താണ്? ജോഗ്രഫിക് നോർത്ത്. അപ്പോൾ ജോഗ്രഫിക് നോർത്തിൽ അലൻ സാർ എത്തില്ല. പക്ഷെ അലൻ സാറിന് ബുദ്ധി ഉണ്ടെങ്കിൽ അലൻ സാർ എന്ത് ചെയ്യും? അലൻ സാർ മനസ്സിലാക്കും, ആഹാ ഇവർ തമ്മിലൊരു ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ എനിക്ക് അറിയുകയാണെങ്കിൽ, ഓക്കെ, ഈ ആംഗിൾ എനിക്ക് അറിയുകയാണെങ്കിൽ, അപ്പോൾ കോമ്പസ് എപ്പോഴും പോയിന്റ് ചെയ്യുക ഇങ്ങോട്ടേക്കാണ്. പക്ഷേ എനിക്കറിയാം ഈ ആംഗിൾ എത്രയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങോട്ട് പോവില്ല, ഞാൻ അത്രയും ആംഗിൾ റൈറ്റിലേക്ക് പോയാൽ പോരെ. ഇത് വല്ല 1 ഡിഗ്രി ആണെങ്കിൽ എനിക്കറിയാമെങ്കിൽ ഞാൻ കോമ്പസ് ഇങ്ങോട്ട് കാണിച്ചാലും ഞാൻ 1 ഡിഗ്രി അപ്പുറത്തെ ആക്കി ഇങ്ങനെ പോയാൽ പോരെ, മതിയല്ലോ. അപ്പോൾ ആ ആംഗിളിന് ഒരു നല്ല പ്രത്യേകത ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ആംഗിളിനെ വിളിക്കും എന്താണെന്നറിയോ? മാഗ്നറ്റിക് ഡെക്ലിനേഷൻ, അഥവാ വെറും ഡെക്ലിനേഷൻ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ചിലർ ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ എന്ന് വിളിക്കും, ഡി എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ഡി എന്ന് കാണിക്കാം. സോ ദിസ് ആംഗിൾ ഇസ് ഡെക്ലിനേഷൻ. അപ്പോൾ ഡെക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് പറഞ്ഞാൽ എന്താണ്? എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്തും മാഗ്നറ്റിക് നോർത്തിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് നമ്മൾ കുറച്ചും കൂടി ഫോർമലായിട്ട് വീണ്ടും ഡിഫൈൻ ചെയ്യും. തൽക്കാലം മനസ്സിലാക്കിയാൽ ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ശരി, ഓക്കെ. അങ്ങനെയാണ് എൻ്റെ അടുത്ത ചോദ്യം, ഈ ഡെക്ലിനേഷൻ ആംഗിൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും? അതായത് ഞാൻ ഇവിടെ നിന്നാൽ ഷിപ്പ് ഇവിടെയാണ് ഓരോ സ്ഥലത്താണെങ്കിൽ ഈ ഡെക്ലിനേഷൻ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ അല്ലയോ? വീഡിയോ പോസ് ചെയ്യുക, ആലോചിച്ചോ? സിമ്പിൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇവിടെ വല്ലതും പോയിരുന്നു, ഇവിടുത്തെ ഡെക്ലിനേഷൻ ആംഗിൾ എന്തായിരിക്കും? ഇവിടുത്തെ മാഗ്നറ്റിക് നോർത്തിൻ്റെയും ഇവിടുത്തെ മാഗ്നറ്റിക് ജോഗ്രഫിക് നോർത്തിൻ്റെ ഇടയിലുള്ള ആംഗിൾ, ഇതാണ് ഡെക്ലിനേഷൻ. ഈ ആംഗിളും സെയിം ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല. അതേപോലെ ഓരോ പോയിന്റിലെയും ഡെക്ലിനേഷൻ്റെ വാല്യൂ സെയിം ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഡെക്ലിനേഷൻ്റെ വാല്യൂ മാറി കളിക്കാം. അതുകൊണ്ട് തന്നെ അലൻ സാറിന് ഇവിടുത്തെ ആംഗിൾ 1 ഡിഗ്രി എന്ന് ഓർത്തിട്ട് വെറുതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാര്യമില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ 1 ഡിഗ്രി ആയിരിക്കില്ല, വേറെ എന്തോ ആംഗിൾ ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഓരോ പോയിന്റിലും ഡെക്ലിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യണം, വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തുക. അപ്പോൾ ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി കുറച്ചും കൂടി നമുക്ക് ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ ഒന്നും കൂടി അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സിമുലേഷൻ കൂടി നോക്കിയിട്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിമുലേഷൻ പെട്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എർത്ത് ഉണ്ട്, ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അതും നല്ല ഇമ്പോർട്ടൻ്റ് എന്താണ്? ഈ പച്ച ലൈനും ഈ റെഡ് ലൈനുമാണ്. ഈ പച്ച ലൈൻ എന്ന് പറഞ്ഞാൽ ആ പച്ച ലൈൻ ഇതിലൂടെ പാസ് ചെയ്യുക എർത്തിൻ്റെ ശരിക്കത്തെ നോർത്ത് പോൾ, അതായത് ജോഗ്രഫിക് നോർത്ത് പോളിലും കൂടിയും സൗത്ത് പോളിലും കൂടി പാസ് ചെയ്യുന്നതാണ് അല്ലേ, ആർട്ടിക്കും അന്റാർട്ടിക്കും. ഓക്കെ, അതാണ് സംഭവം. ഈ റെഡ് ലൈൻ എന്താണ്? അത് മാഗ്നറ്റിക് നോർത്തിൽ കൂടിയും മാഗ്നറ്റിക് സൗത്തിലും കൂടി പാസ് ചെയ്യുന്ന ലൈനാണ് ഈ റെഡ് ലൈൻ. ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളിനെയല്ലേ നമ്മൾ ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ എന്ന് വിളിക്കുക. ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ. അങ്ങനെയാണ് നമുക്ക് ഒന്നും കൂടി ശരിക്കും ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതിനിടയിലുള്ള ലൈൻ എന്നൊക്കെ പറയുമ്പോൾ ശരിയാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ ലൈൻ വരയ്ക്കുമ്പോൾ അതൊരു ലൈൻ അല്ലല്ലോ, സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ, ഒരു കേർവ്ഡ് ലൈനൊക്കെ അല്ലേ. അപ്പോൾ അത് പറയുന്നത് ശരിയല്ല. 2 കേർവ്ഡ് ആയിട്ടുള്ള ലൈനിൻ്റെ ഇടയിൽ ആംഗിൾ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ടെക്നിക്കലി അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ഞാൻ അങ്ങനെ പഠിച്ച് മറിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇതല്ലേ സാധനം എർത്തല്ലേ. അപ്പോൾ ഞാൻ എർത്തിനെടുത്ത് കളയാൻ പോകണം. ഓക്കെ, എർത്തിനെടുത്ത് കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒക്കെ ഞാൻ കൂടെ കുറയ്ക്കാം. ഓക്കെ, ഫീൽഡ് ഒന്നും വേണ്ട, നമുക്കിത് 2 മാത്രം മതി. ഓക്കെ, ഇനി ഇമാജിൻ ചെയ്യുക ഈ റെഡ് സർക്കിൾ ഒരു പ്ലെയിൻ ആയിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഈ റെഡ് സർക്കിൾ ഒരു പ്ലെയിൻ ആയിട്ട്, ആ റെഡ് സർക്കിൾ അങ്ങോട്ട് നിങ്ങൾ ഷെയ്ഡ് വെച്ചിട്ട് കൂടെ ഫില്ല് ചെയ്തേ. ആ റെഡ് സർക്കിൾ നിങ്ങൾ ഫില്ല് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര രസമൊന്നും ഉണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. റെഡ് സർക്കിൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്താൽ അവൻ്റെ ഒരു പ്ലെയിൻ ആയില്ലേ, ആ റെഡ് സർക്കിളിൻ്റെ പ്ലെയിൻ ആയില്ലേ, ആ പ്ലെയിനെ അത് മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനില്ലേ, ആ പ്ലെയിനെ നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് വിളിക്കും. ഓക്കെ, ആ പ്ലെയിനിനെ നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് വിളിക്കും. മറ്റേ പച്ച പ്ലെയിനിൽ, അതായത് ഈ പച്ച സർക്കിളിനെ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു പ്ലെയിന്, ആ പ്ലെയിനിനെ നമ്മൾ ഒന്ന് മാഗ്നറ്റിക് മെറിഡിയൻ, മറ്റെന്താണ് ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തും കണ്ടെയ്ൻ ചെയ്യുന്നതല്ലേ, അവനെ നമ്മൾ ജോഗ്രഫിക് മെറിഡിയൻ എന്ന് വിളിക്കും. അപ്പം ഇവൻ മെറിഡിയൻ ആണ്, ഇവനും മെറിഡിയൻ ആണ്. ഇത് മാഗ്നറ്റിക് മെറിഡിയൻ, ആ സർക്കിളിൻ്റെ പ്ലെയിൻ ആണ്, സർക്കിൾ അല്ല, ആ പ്ലെയിൻ ആണ് അല്ലേ, ആ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്ത് മാഗ്നറ്റിക് മെറിഡിയൻ, മറ്റേത് ജോഗ്രഫിക് മെറിഡിയൻ. അപ്പോൾ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാം, ഈ മാഗ്നറ്റിക് മെറിഡിയൻ്റെയും ഈ ജോഗ്രഫിക് മെറിഡിയൻ്റെയും ഇടയിൽ കിടക്കുന്ന ഈ ആംഗിളിനെ എനിക്ക് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞുകൂടെ?
അല്ലെ വെറും ഡെക്ലിനേഷൻ ഡിഫൈൻ ചെയ്തൂടെ? തീർച്ചയായും ഡിഫൈൻ അല്ലേ. ഇവരുടെ ഈ രണ്ട് സർക്കിൾസിൻ്റെ അല്ലെ ഈ രണ്ട് സർക്കിൾസ് കിടക്കുന്ന ആ പ്ലെയിനിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആയിരിക്കില്ല ഡെക്ലിനേഷൻ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അത് ഓരോ പോയിന്റിലും വേറെ വേറെ ആയിരിക്കുന്നില്ല വേറെ കാര്യം. അപ്പോൾ ആ സർക്കിളും അതിനനുസരിച്ച് മാറും, ആ പ്ലെയിൻസും അതിനനുസരിച്ച് മാറും. ഒരു പോയിന്റിൽ പ്രത്യേക പ്ലെയിൻ ആയിരിക്കും ഉണ്ടാവുക, വേറെ പോയിന്റിൽ പ്ലെയിൻ മാറുകയുണ്ടോ? പ്ലെയിൻ മാറും അല്ലേ. മുകളിലേക്ക് പോകുമ്പോൾ പ്ലെയിൻ വേറെ രീതിയിലാവും, ഷേപ്പൊക്കെ മാറും, ആ വേറെ കാര്യം. പക്ഷേ എപ്പോഴും മാഗ്നറ്റിക് മെറീഡിയനും ജോഗ്രഫിക് മെറീഡിയൻ്റെ ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ അഥവാ വെറും ഡെക്ലിനേഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മളെല്ലാം പഠിച്ചു. ഓക്കെ, എല്ലാം പഠിച്ചു. അപ്പം ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ജോഗ്രഫിക് നോർത്ത് അഥവാ ട്രൂ നോർത്തിൻ്റെയും മാഗ്നറ്റിക് നോർത്തിൻ്റെയും, ഇവിടെ NM മാഗ്നറ്റിക് നോർത്ത് ഉണ്ട്, ഇവിടെ NG ജോഗ്രഫിക് നോർത്തിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഡെക്ലിനേഷൻ, നമ്മൾ D എന്ന് വിളിച്ചു. ഓക്കെ, ശരി. എപ്പോഴും കോമ്പസ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുക? മാഗ്നറ്റിക് നോർത്തിൻ്റെ അടുത്തേക്കാണ് പോയിന്റ് ചെയ്യുക. ജോഗ്രഫിക് നോർത്തിൻ്റെ അവിടെയല്ല, മാഗ്നറ്റിക് നോർത്തിലേക്ക് പോയിന്റ് ചെയ്യുക. അപ്പോൾ അതിനിടയിലാണ് ഡെക്ലിനേഷൻ. കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഈ മാഗ്നറ്റിക് മെറിഡിയനെ ഡിഫൈൻ ചെയ്ത് പറയും. മാഗ്നറ്റിക് മെറിഡിയൻ വെച്ച് പറയും. ഈ വെറുതെ മാഗ്നറ്റിക് നോർത്ത് മാഗ്നറ്റിക് ജോഗ്രഫിക് നോർത്തിൻ്റെ ഇടയിൽ അങ്ങനെ പറയുമ്പോൾ ശരിയല്ല, കാരണം ആ ലൈൻസ് ശരിക്കും കേർവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യും മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞ സാധനം ഡിഫൈൻ ചെയ്യും. ഡെഫിനേഷൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ജോഗ്രഫിക് മെറിഡിയൻ ഡിഫൈൻ ചെയ്തു, അവരുടെ ഇടയിലുള്ള ആംഗിളാണ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. അപ്പോൾ ഡെക്ലിനേഷൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ അറ്റ് എ പോയിന്റ് അറ്റ് എ പ്ലേസ്. ഓക്കെ, ഇത്രയുള്ള സംഭവം. അപ്പോൾ ഡെക്ലിനേഷൻ എന്താണെന്നും അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് വേറൊരു ആംഗിളും കൂടി ഉണ്ട് ഈ ചാപ്റ്ററിൽ. 2 ആംഗിളേ ഉള്ളൂ. അതിന് നമ്മൾ ഇൻക്ലിനേഷൻ എന്ന് വിളിക്കാം, ഡിപ്പ് എന്ന് വിളിക്കാം, മാഗ്നറ്റിക് ഡിപ്പ് എന്ന് വിളിച്ചാൽ എന്തായാലും ആ സാധനം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. തിരിച്ചു തരാം. ഓക്കെ, ബൈ ബൈ.